രാത്രി 10 മണിക്ക് ശേഷം ലൗഡ് സ്പീക്കർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടികൾ പാടില്ല എന്നാണ് നിയമം. എന്നാൽ ഞായറാഴ്ച നടന്ന ഒരു പരിപാടി രാത്രി 10 മണിക്ക് ശേഷം ഇടപെട്ട് പോലീസ് നിർത്തിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ബോധവൽക്കരണമായിരുന്നു പരിപാടിയിലെ മുഖ്യ അജണ്ട. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സുരക്ഷ മുൻനിർത്തിയാണ് ഇടപെട്ടതെന്ന് പോലീസ് വിശദീകരിക്കുന്നു. സർക്കാർ പരിപാടികൾ പോലും രാത്രി 10 മണിക്ക് ശേഷം ശബ്ദമുഖരിതമാകാറില്ലെന്നുമാണ് വാദം. എന്നാൽ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ നടന്ന സമ്മേളനത്തിനിടെ പോലീസ് ഇടപെട്ട രീതി ശരിയായില്ല എന്ന വിമർശനം ശക്തമാണ്. പോലീസ് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ടിയിരുന്നോ? ആദ്യം നോക്കി വരാം RDX 59 സെക്കൻഡിൽ. രാത്രി 10 മണിയോടെ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പോലീസ് എത്തി പ്രകോപനം സൃഷ്ടിച്ചുവെന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പരാതി. അനുവദിച്ച സമയപരിധി കഴിഞ്ഞുവെന്ന് പറഞ്ഞാണ് പോലീസ് സമ്മേളന വേദിയിലേക്ക് കടന്നുവന്ന് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. സമാപന പ്രസംഗമാണെന്നും ഉടൻ നിർത്താമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ പരിപാടി അവസാനിപ്പിക്കാൻ പോലീസ് പറയുകയായിരുന്നുവെന്നും വിസ്ഡം നേതാക്കൾ. ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ വിരൽ ചൂണ്ടി ഈ ഹാളിലേക്ക് കയറി വന്നത്. ഇത് ഞങ്ങൾ പൊറുക്കില്ല. പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇതിനിടെ നടന്നു പോവുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ചിരിക്കാൻ ആവശ്യപ്പെട്ടതും അദ്ദേഹം പരിഹസിച്ച് ചിരിച്ചു പോകുന്ന ദൃശ്യവും പുറത്തു വന്നു. പോലീസ് നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ജനനന്മ ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരിപാടി 10 മിനിറ്റ് പോലും അധികം തുടരാൻ പാടില്ലെന്ന ശാഠ്യം എന്തിനോടുള്ള അസഹിഷ്ണുതയായിട്ടാണ് കാണേണ്ടതെന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. പോലീസിനെതിരെ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രംഗത്തെത്തി. RDX ന്യൂസ് മലയാളം. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. അതിനു മുൻപ് എന്താണ് ഈ പരിപാടി, എന്താണ് വിസ്ഡം സംഘടന എന്നതടക്കം നമുക്ക് പരിശോധിച്ചു പോകാം. സലഫി ആശയം പിന്തുടരുന്ന ഒരു സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. 2012 കേരള നദ്വത്തുൽ മുജാഹിദീനിൽ നിന്ന് പിളർന്നുണ്ടായ സംഘടനയാണ്. KNM-ൽ ഉണ്ടായ ആശയപരമായ അഭിപ്രായ ഭിന്നതയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. അറിവും ബുദ്ധിയുമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് വിസ്ഡം മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസിനെതിരെ വിമർശനവുമായാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയത്. ലഹരിക്കെതിരായ പരിപാടി 10 മിനിറ്റ് നീണ്ടതിനാണോ നടപടി എന്നാണ് സംഘാടകർ ചോദിച്ചത്. നേരം വെളുക്കും വരെ DJ പാർട്ടി നടത്താനും കള്ളുകുടിച്ച് കൂത്താടാനും പ്രശ്നമില്ല. പോലീസ് പരിപാടി അലങ്കോലപ്പെടുത്തി പ്രകോപനപരമായി പോലീസ് സംസാരിച്ചു എന്നുമായിരുന്നു ഈ സംഘാടകരുടെ ആരോപണം. ഇവർക്കൊപ്പം വിമർശനവുമായി ലീഗും കോൺഗ്രസും ഒക്കെ രംഗത്തെത്തി. 10 മിനിറ്റ് പോലും നീളാൻ പാടില്ലെന്ന ശാഠ്യം എന്തിനോടുള്ള അസഹിഷ്ണുതയാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. ലഹരിക്കെതിരായ പരിപാടിയോട് പോലീസ് കാണിച്ച കോപ്രായത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സമയപരിധി കഴിഞ്ഞെന്ന കാരണത്താൽ പരിപാടി നിർത്തിച്ചത് തോന്നിയവാസമാണ് എന്ന് PK ഫിറോസ് പറഞ്ഞു. പിണറായി പോലീസിന്റെ കാക്കിക്കുള്ളിൽ കാവിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്ന പരിപാടിയായിരുന്നു, കൈക്കൊണ്ടത് അനിവാര്യമായ നടപടിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 10 മുൻപേ നിർത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വിശദീകരിക്കുന്നുണ്ട്. 9:30 ഫോണിലൂടെയും 10 മണി കഴിഞ്ഞ് നേരിട്ടെത്തിയും നിർത്താൻ ആവശ്യപ്പെട്ടു. വേദിയിലെത്തിയത് പരിപാടി അവസാനിപ്പിക്കാതെ തുടർന്നതോടെയാണ് എന്നും പോലീസ് വിശദീകരിക്കുന്നു. ഇനി എന്താണ് കേരളത്തിലെ നിയമം? രാത്രി 10 മണിക്ക് ശേഷം ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത് എന്നാണ് നിയമം. സുപ്രീം കോടതിയും ഗ്രീൻ ട്രൈബ്യൂണലും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. സനീഷേ, നമ്മളിത് നോക്കിയാൽ ഈ പ്രശ്നം പലയാവർത്തി പലയിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ ആരോപണവുമായി രാഷ്ട്രീയ നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നുണ്ട്. അവർ തന്നെ ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കാക്കിക്കുള്ളിൽ കാവിയാണ് എന്നുള്ള ആരോപണവുമായി രംഗത്തുണ്ട്. സംഘി പോലീസ് എന്ന് ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ എല്ലായിടത്തും സംഘി പോലീസ് എന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നതിനെ? ഇതിൽ ഹർഷൻ, നമ്മുടെ നാട്ടിൽ ഗംഗാ ശശിധരൻ എന്ന് പറയുന്നൊരു വയലിനിസ്റ്റ് ഉണ്ട്. സമീപകാലത്ത് എല്ലാവർക്കും അറിയാവുന്ന വലിയ വയലിനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ 10, 11, 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സ് വളരെ മിടുക്കിയാണ്. എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാവിയിൽ ഒരു കുറേ ദശാബ്ദങ്ങളിലേക്ക് നമ്മുടെ വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കേണ്ടുന്ന നല്ല സ്കിൽഡായിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷേ ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, ആലപ്പുഴയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ അവർ കുഞ്ഞ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കയറി വന്നു 10 മണിക്ക്. അപ്പോൾ വളരെ ക്ലോസിലാണ് വിഷ്വൽ. നമ്മൾ ഈ വിഷ്വൽ വൈറലായി. വളരെ ക്ലോസിൽ കുഞ്ഞിൻ്റെ മുഖം മാത്രമല്ല, വളരെ നല്ല ഭാവം മുഖത്ത് വന്നുകൊണ്ടാണ് ഈ കുഞ്ഞ് വായിക്കുക. ഭയങ്കര ഭംഗിയാണ് കാണാനും കേൾക്കാനും.
ഈ ഭാവം പെട്ടെന്ന് മാറിയിട്ട് പേടിയാവുന്നത്, കുഞ്ഞ് പേടിക്കുന്നത്, പോലീസിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ വിഷ്വലിൽ കുഞ്ഞിങ്ങനെ പേടിക്കുന്നത് നമ്മൾക്ക് കാണാം. അത് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. ആ വിഷ്വലിൽ തന്നെ ഒരു ചെറിയ കുഞ്ഞല്ലേ, ആ പരിപാടി അവതരിപ്പിക്കുന്നവരെ നിങ്ങൾ കാത്തു നിന്നുകൂടെ എന്ന് നാട്ടുകാർ ചോദിക്കുന്നത്, പോലീസിനോട് ചോദിക്കുന്നത് അവിടെയുണ്ട്. അപ്പോൾ പോലീസ് ഇത് കൂടെ ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക അല്ലെങ്കിൽ തള്ളിപ്പറയുക പോലീസിനെ എന്ന് എനിക്ക് സാധിക്കാത്തതിൻ്റെ കാരണം 10 മണി എന്നൊരു നിബന്ധന അവിടെയുണ്ട് എന്നതാണ്. സംഘാടകർ അതിന് മുമ്പായിട്ട് ഈ പരിപാടി നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 10 മണി എന്നൊരു സമയ നിബന്ധന ഉണ്ടെങ്കിൽ പോലീസുകാരെ അവിടേക്ക് എത്തിക്കാതെ ആ കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ നിർത്തുന്നതാണ് നല്ലത്. രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ ബുദ്ധിമുട്ടിലാക്കി പോലീസും ശ്രദ്ധിക്കണം. പോലീസ് ചെന്നിട്ടൊരു ബഹളം ഉണ്ടാക്കാനോ മറ്റോ പാടില്ല. ഒരു ചെറിയ കുഞ്ഞവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടപ്പാക്കാൻ പോലീസും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആലപ്പുഴയിലെ ഈ ഗംഗാ ശശിധരൻ്റെ കാര്യത്തിൽ എനിക്ക് ആ അഭിപ്രായമുള്ളത്, ആ കുഞ്ഞിനെ ഒട്ടും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു. കുഞ്ഞിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ പാടില്ലായിരുന്നു. ഭാഗ്യത്തിന് ആ കുഞ്ഞിനെ ബാധിച്ചിട്ടില്ല. അത് ഒരുപാട് പരിപാടികൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞ് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസ് ഈ ഒരു ജാഗ്രത കാണിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ മസിൽ പ്രയോഗവുമായിട്ട് അങ്ങോട്ട് ചെല്ലരുത് എന്നാണ്. ഞാൻ ഈ ദൃശ്യം കണ്ടു വിസ്റ്റം പരിപാടിയിൽ. പോലീസ് അവിടെ മസിൽ പ്രയോഗമൊന്നും നടത്തിയിട്ടില്ല. പോലീസ് ഒരു 3-4 പോലീസുകാർ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ചിരിക്കടോ എന്നോ മറ്റോ ഒരാൾ പറയുമ്പോൾ, ക്യാമറയും കൊണ്ട് നിന്ന് പറയുമ്പോൾ ഈ പോലീസുകാരൻ തമാശമായിട്ട് നിന്ന് ചിരിക്കുകയാണ്. ഒരു കോക്രി കാണിക്കുന്നവരും ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടെ ഫ്രണ്ട്ഷിപ്പാണ്, അവിടെ ഒരു ഫ്രണ്ട്ലിനെസ് ആണുള്ളത്. അല്ലാതെ അവിടെ മസിൽ ഇനിയിപ്പോൾ ദേഷ്യം വന്നെങ്കിൽ കൂടി ചിരിക്കട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാം. അവിടെ ഇടിക്കുകയും ചെയ്തില്ല. പിന്നെ ഈ സംഘാടകർ ഇപ്പോൾ ഒരുപാട് ആളുണ്ട്, ലക്ഷക്കണക്കിന് ആൾ, കുറേ പേരുണ്ടാവും. വിഷ്വൽ, നമ്മുടെ ഡ്രോൺ വിഷ്വൽ കാണുമ്പോൾ ഒരുപാട് ആളുണ്ട്. അപ്പോൾ ആ പരിപാടി 10 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞാൽ 9:40 ആകുമ്പോഴേക്ക് പരിപാടിയുടെ ഒരു സമാപന സ്ഥലത്തേക്ക് അങ്ങ് പോവുക. ലഹരി വിരുദ്ധ പരിപാടിയല്ലേ, അതങ്ങ് നിർത്തുക. എന്നിട്ട് 10 മണിയാകുമ്പോഴേക്ക് പരിപാടി നിർത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്ത് സംഘി പോലീസാണ് അല്ലെങ്കിൽ ഇവരെന്തോ പോലീസുകാരെന്തോ ചെയ്യുകയാണ് എന്ന മട്ടിലേക്കുള്ള കാര്യങ്ങൾ പോകരുത്. പിന്നെ 10 മണി എന്നുള്ളത് 10:10 ആയാലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അത് പോലീസുകാർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നിയമം 10 മണിയാണ് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ നേരത്തെ കഞ്ചാവ് പിടിച്ചപ്പോൾ 1 ഗ്രാം കഞ്ചാവല്ലേ പിടിച്ചുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയമം നിങ്ങൾക്കൊരു ബാർ വെച്ചിട്ടുണ്ട്, ആ ബാറിന് അപ്പുറത്തേക്ക് പോകരുത്. അത് പോലീസിന് എങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റുക? അതെ, അത് മാത്രമല്ല, പക്ഷേ ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. തിരുവനന്തപുരത്തെ ബീച്ച് ഫെസ്റ്റിവലിന്, വലിയ ആഘോഷമായി നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിനാണ് 2023 ഇതുപോലെ പോലീസ് ഇടപെട്ടു, വലിയ വിവാദമായി. കൊച്ചിയിൽ നൈറ്റ് ക്ലബിൻ്റെ ആഘോഷവും പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ഇതുപോലെ പോലീസ് ഇടപെട്ടു. അത് വലിയ വിവാദമായി, കേസെടുക്കുന്ന സ്ഥിതി ഉണ്ടായി പോലീസിന്. കോഴിക്കോട്ടെ നാടകോത്സവം, അത് വലിയ ചർച്ചയാണ്. 2021 പോലീസ് ഇടപെട്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. കാരണം പൊതുസ്ഥലത്ത് മൈക്ക് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഇനി അതേസമയം ഈ തൃശ്ശൂർ പൂരത്തിൽ പോലീസ് ഇടപെട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊല്ലത്തെ ക്ഷേത്രോത്സവത്തിൽ, കൊല്ലം ജില്ലയിൽ കുഴിക്കണ്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 മണിക്ക് പോലീസ് ഇടപെട്ടത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പുനലൂർ ആയിരവല്ലി ക്ഷേത്രത്തിൽ ഇതുപോലെ വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും ഈ ഇടപെടലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ചാടിക്കേറി ഇത് സംഘി പോലീസാണ്, ഇത് അങ്ങനെ വർഗീയമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു സംഗതിയാണ്. അതിപ്പോൾ ആരായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ആ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. സമയം നീട്ടാനുള്ള ഇടപെടൽ വേണമെങ്കിൽ നടത്താം. അത് പക്ഷേ എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലവിൽ നിയമം അതാണ്. അതിനകത്ത് ആ നിലയ്ക്കുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല. അപ്പോൾ ഇതിനെ വർഗീയമായി, കാരണം ഇപ്പോൾ ആയിരവല്ലി ക്ഷേത്രത്തിൽ അങ്ങനെയാണെങ്കിൽ ഇടപെട്ടത് മറ്റേ ഫേസ്ബുക്ക് ഭാഷയിലാണെങ്കിൽ സുഡാഫി പോലീസാണെന്ന് ആരോപിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ആ നിലയ്ക്ക് വർഗീയമായി അവതരിപ്പിക്കുന്നത് ശരിയല്ല. സുപ്രീം കോടതി മുതൽ ഗ്രീൻ ട്രൈബ്യൂണൽ വരെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ ശബ്ദ മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർക്കാർ നടത്തുന്ന പരിപാടി മുതൽ 10 പേർ മാത്രം പങ്കെടുക്കുന്ന ചെറിയ ആഘോഷങ്ങൾ വരെ ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. അത് നടപ്പാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുമുണ്ട്. ഇല്ലെങ്കിലാണ് യഥാർത്ഥത്തിൽ പോലീസിനെ കുറ്റം പറയേണ്ടത്. അക്കാര്യത്തിൽ RDX പോലീസിനൊപ്പമാണ്. അതിനെ വർഗീയ ഞാണിൽ കൊണ്ടുപോയി കെട്ടുന്നതിനോട് ഒരു യോജിപ്പുമില്ല. എന്നാൽ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജില്ലകളിൽ പെൺകുട്ടികളടക്കം പങ്കെടുത്ത പരിപാടിയിൽ പോലീസിന് കുറച്ച് നയതന്ത്രപരമായി ഇടപെടാമായിരുന്നുവെന്ന് മാത്രം അഭിപ്രായം പങ്കുവച്ച് അവസാനിപ്പിക്കുകയാണ്. RDX ഇന്ന് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.